നമ്മളെല്ലാവരും ഒരു ഗൗരവത്തോടുകൂടി എടുക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഇന്നലെ സിഡ്നിയിലായിരുന്നു, ഇനി നാളെ എവിടെയാണോ നമുക്കറിയില്ല. നേരത്തെ ശ്രീ രാമേന്ദ്രജിയുടെ മകൾ പറഞ്ഞതുപോലെ മതം ഒരു തീവ്രവാദമാവാതിരിക്കണമെങ്കിൽ മതപഠനത്തോടൊപ്പം രാഷ്ട്രഭക്തിയും എല്ലാ മതപാഠശാലകളിലും നിർബന്ധമാക്കണമെന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ വിനീതമായി നിങ്ങളോട് ശിരസ് നമിച്ചുകൊണ്ട് അപേക്ഷിക്കുകയാണ്. സുഹൃതം ഭാഗവതത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും വേണോ അങ്ങനെ ഒരു അപേക്ഷ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ധീരരായ നമ്മുടെ സൈനികർ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കട്ടെ. അതിന് സുഹൃതം ഭാഗവത യജ്ഞ സമിതി ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. മതപഠനത്തോടൊപ്പം ദേശഭക്തിയും, അതിന് ദിവസവും ദേശഭക്തി, ദേശീയ ഗാനം എല്ലാ മതപാഠശാലകളിലും, നമ്മളൊരു പ്രത്യേക മതത്തെ പറഞ്ഞില്ല. അത് ഹിന്ദു മതപാഠശാലയാവട്ടെ, ക്രിസ്ത്യൻ മതപാഠശാലയാവട്ടെ, മുസ്ലിം മതപാഠശാലയാവട്ടെ, നിങ്ങൾ മതം പഠിച്ചോളൂ. പക്ഷേ ദേശഭക്തിയിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു മതപഠനവും വേണ്ട. കാരണം കൂടെയുള്ളവർക്ക് സുരക്ഷിതത്വം തോന്നണമെങ്കിൽ നാം ഒന്നാണെന്നൊരു ഭാവന വരണം. ഒരേ ഭാരതത്തിൻ്റെ മക്കളാണ് എല്ലാവരും, ഒരേ ഭാരതത്തിൻ്റെ സുഖസൗകര്യങ്ങളാണ് അനുഭവിക്കുന്നത്. ഒരേ ഭാരതത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ ഭാരതത്തെ നിങ്ങൾ ഒറ്റിക്കൊടുക്കരുത്. അതുകൊണ്ട് ഈ ദേശഭക്തി മതപഠനത്തോടൊപ്പം ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥന ഉണ്ടാവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഒരു അപേക്ഷ നമ്മൾ സമർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ വെച്ച് ഒപ്പിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നാളെ ഇത് സാധിക്കുകയാണെങ്കിൽ അത് സുഹൃതം യജ്ഞ സമിതിയുടെ ഒരു പ്രവർത്തനത്തിന് വിജയമായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലാക്കും. സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ നേതൃത്വത്തിൽ സംഭവിച്ച സ്വാമി ജ്യോതി ചൈതന്യജി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ പുണ്യഭൂമിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന 13ാമത് സുഹൃതം കാരുണ്യാമൃത ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി ഈ യജ്ഞവേദിയിൽ വെച്ച് ഭാരതത്തിന്റെ കാവൽ ഭടന്മാരായി നമ്മളെ കാത്തു സംരക്ഷിച്ച സൈനികരെ ആദരിച്ച വീരസ്മൃതി എന്ന ഈ ചടങ്ങിന് കൃതജ്ഞത അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മുൻ നാവികസേന ഉദ്യോഗസ്ഥനും സുഹൃതം ഭാഗവത യജ്ഞ സമിതി ഭരണസമിതി അംഗവുമായ ബഹുമാനപ്പെട്ട ശ്രീ സി ജയപ്രകാശ് അവരുടെ ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു.